ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാണ്. ജീവിതാരോഗ്യത്തെ പഠിച്ചു വരുന്ന ഈ ഒരു വേളയിൽ എല്ലാത്തിനെയും നമ്മൾ കണക്കാക്കാനായിട്ട് ചില മാനകങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ചില അളവുകോലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഗണിതമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഫടികം എന്നുള്ള സിനിമയില് പ്രപഞ്ചത്തിന്റെ കറക്കം മാത്തമാറ്റിക്സിലാണ് എന്ന് പറയുന്ന ഒരു വാചകം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിലെ എല്ലാത്തിനും ചില കണക്കുകളും, ഈ കണക്കുകളെ ആധാരമാക്കിയിട്ടാണ് ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പൊതുഭാഷ്യം. പക്ഷെ കണക്കുകളുമായിട്ട് ചേരാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തെ ജീവിതമാക്കുന്നത് കണക്കുകളിൽ പെടാത്ത ചില കണക്കുകളാണ്. കണക്കിന്റെ സാമാന്യ അളവിൽ പെടാത്ത ചില കണക്കുകളാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: മാത്ത് isn't a valid tool for resolving life until it considers consciousness. എല്ലാ പ്രപഞ്ച നിർദ്ധാരണങ്ങളുടെയും അടിസ്ഥാനം ഗണിതമത്രേ. പ്രപഞ്ച സ്ഥല കാലമാനങ്ങളുടെ നിശ്ചിതത്വവും അനിശ്ചിതത്വവും കൃത്യമായി ഗണിച്ചെടുക്കാൻ ഗണിതത്തിനാകും. എന്നാൽ പ്രമേയത്തിന്റെ ബോധ, സൗകര്യ, ചൈതന്യ കർമ്മങ്ങളെ ഒരു പൊതു നിർദ്ധരണി കൊണ്ട് ബന്ധിക്കാനാകാത്ത കാലത്തോളം കേവല ഗണിതത്തെ വന്ധ്യമെന്ന ഗണത്തിൽ സൂക്ഷിക്കേണ്ടി വരും യൗക്തികനായ മനുഷ്യൻ. ഇതാണ് ഇന്നത്തെ പ്രമേയം. എല്ലാത്തിന്റെയും അടിസ്ഥാനം ഗണിതമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, പച്ചയായ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ആരോഗ്യ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ചില സാങ്കേതിക പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. സാങ്കേതിക പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ലബോറട്ടറി ടെസ്റ്റുകളും ഒക്കെ. ആ ലബോറട്ടറി ടെസ്റ്റുകൾ കഴിയുന്ന സമയത്ത് അതിന് ഒരു പൂർവ്വമാനകം, ആദ്യം തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള നോർമൽ വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ വെച്ചിട്ടുള്ളതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഹിമോഗ്ലോബിന്റെ അളവ് അല്ലെങ്കിൽ WBCയുടെ അളവ് കൂടുതലാണ്, കുറവാണ്, ഈ രീതിയിൽ നമ്മൾ അതിനെ വിലയിരുത്തും. അപ്പൊ കൂടുതലായാൽ ഒരു കുഴപ്പം, കുറവായാൽ ഒരു കുഴപ്പം എന്ന രീതിയിലാണ് നമ്മുടെ കുഴപ്പങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എപ്പോഴും ഏതൊരു കാര്യത്തെ ബോധ്യപ്പെടാനും ഒരു മാനകം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട്, ഒരു ആപേക്ഷിക മാനകം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വഴി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനുള്ള ശരീരത്തിന്റെ മാനകമാണോ എന്നതൊന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പൊ ശരീരത്തിന്റെ ബയോകെമിസ്ട്രിയുടെ നോർമൽ വാല്യൂസിനെ വെച്ചുകൊണ്ട് ആണോ ശരീരം പ്രവർത്തിക്കുന്നത്? അല്ല. ഇപ്പൊ സംഗീതത്തെ എടുക്കുകയാണെങ്കിൽ, സംഗീതത്തില് നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ ബാരിയേഴ്സ് കാണാം. ബാരിയേഴ്സ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബൗണ്ടറീസ് കാണാം. 1.061 എന്ന് പറയുന്ന ഏതാണ്ട് അതിനടുത്താണ് അതൊരു ഏകകം വെച്ചുകൊണ്ടാണ് സംഗീതത്തിലെ സ്വരങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 12th root of 2 എന്ന് പറയുന്ന ഏകകത്തിന്റെ ഡെറിവേഷനാണ്. അത് വെച്ചിട്ടാണ് സാധാരണ ഷഡ്ജം മുതൽ അടുത്ത ഷഡ്ജം വരെയുള്ള 12 സ്വരങ്ങളെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇവയിലെല്ലാം എടുക്കാതെ ചിലത് മാത്രം എടുത്തുകൊണ്ട് അവയുടെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം, തരംഗ വ്യതിയാനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം, മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണം, ഈ പ്രതികരണമാണ് ആ ഗാനത്തിന്റെ അല്ലെങ്കിൽ ആ ഗീതത്തിന്റെ അല്ലെങ്കിൽ ആ രാഗത്തിന്റെ ഭാവമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആ ഭാവമായിട്ട് ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നിട്ടുള്ള കാലത്തും ആ ഭാവത്തെ എല്ലാം നമ്മൾ മോഡലാക്കിക്കൊണ്ട് ഒരു രാഗത്തിന് ഇന്ന മോഹനം എന്നുള്ള രാഗം നമ്മുടെ മനസ്സിനെ ഒരു മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ
നിർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ മോഹനരാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളെയും ആലാപന രീതികളെയും ഒക്കെ നമ്മൾ കോപ്പി ചെയ്തു. അതിനെ പുനരാവിഷ്കരിച്ചാൽ ഒരുപക്ഷെ ഇതേപോലെ ഒരു മസ്തിഷ്ക അനുഭവം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അത് നമ്മുടെ ജീവിത ഭാവങ്ങളെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത് ഓരോ വ്യക്തിയിലും അവന്റെ ജൈവികതയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവയോട് പ്രതികരിക്കാൻ പാകത്തില് അല്ലെങ്കിൽ ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഈ ശബ്ദത്തെ കേൾക്കുന്ന സമയത്ത് അവന്റെ മസ്തിഷ്കം പ്രതികരിക്കുക. ഒരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ആ മെഡിസിന്റെ അകത്ത് ലീനമായിരിക്കുന്ന ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അളവിലുള്ള ചില രാസികങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ, രാസികങ്ങൾ ശരീരത്തിനകത്തേക്കല്ല, ശരീരം ഈ രാസികത്തിനോടാണ് പ്രതിപ്രവർത്തിക്കുക എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ ജീവിതത്തിൽ കണക്കാക്കി സ്വീകരിക്കുമ്പോൾ ഔഷധമാണെങ്കിലും അതല്ലെങ്കിൽ സംഗീതമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാണെങ്കിലും ഗണിതം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉപയോഗിച്ച് നമുക്ക് അവയെ നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും, ഒരു അളവുകോൽ ഉണ്ടാക്കി മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പച്ചയായ ജീവിതത്തിലേക്ക് അത് പ്രയോഗിക്കുന്ന സമയത്ത് അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇവിടേക്ക് പാളിപ്പോകുന്നത് നമുക്ക് കാണാൻ. പൂർണ്ണമായിട്ടും അതിനെ വെച്ചിട്ട് നമുക്ക് ഇതാണ് അത് എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം നമ്മുടെ ശരീരം നിർമ്മിതമായിട്ടുള്ളത് ബോധത്താലാണ്. ശരീരപ്രവർത്തനങ്ങൾ ബോധത്താലാണ്. ശരീരത്തിന്റെ കാര്യകാരണങ്ങൾ, ശരീരം ഉണ്ടായതിന്റെ കാരണം, പ്രവർത്തനത്തിന്റെ കാരണം, ഈ കാര്യകാരണങ്ങളെല്ലാം കിടക്കുന്നത് ബോധത്തിലാണ്. അപ്പോ ബോധവിന്യാസത്തിന്റെ പ്രവർത്തനത്തിൽ വരുന്ന സൗകര്യം എന്നുള്ളൊരവസ്ഥ, ബോധത്തിന്റെ സൗകര്യം എന്നുള്ള അവസ്ഥ, ബോധത്തിന്റെ ചൈതന്യം എന്നുള്ള അവസ്ഥ, ബോധം സ്വീകരിക്കുന്ന ശരീരം എന്നുള്ള അവസ്ഥ, ബോധം ആ ശരീരത്തിന് നൽകുന്ന കൽപ്പിക്കുന്ന ധർമ്മം എന്നുള്ള അവസ്ഥ, ആ ശരീരത്തിന്റെ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ ധർമ്മത്തെ നടപ്പിലാക്കാനായിട്ട് അത് വെളിവാക്കുന്ന കർമ്മം എന്നുള്ളൊരവസ്ഥ, ഇവയൊക്കെ തന്നെ സാധാരണ രീതിയിലെ ഗണിതം ഉപയോഗിച്ചുകൊണ്ട് നിർദ്ധാരണം ചെയ്യാവുന്ന ഒരു വസ്തുതയേ അല്ല. അതായത് ബോധം എന്ന് പറയുന്ന ആ സംവിധാനം നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഗണിതത്തിന്റെ സാധാരണ അളവുകോലുകൾക്കകത്ത് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ മാത്തമാറ്റിക്സിന്റെയോ അല്ലെങ്കിൽ അരിത്മെറ്റിക്സിന്റെയോ മാത്തമാറ്റിക്സിന്റെയോ കാൽക്കുലസിന്റെയോ ഒക്കെ തന്നെ പൊതു നിർദ്ധരണികൾ കൊണ്ട് ബന്ധിപ്പിക്കാനാകാത്ത രീതിയിൽ ഇത് വിപുലമാണ്. അത് വിപുലമാണ്, വിവിധമാണ്. അപ്പൊ ഇത്രയും വിപുലമായും വിവിധമായും നിൽക്കുന്ന ഒന്നിനെ സമീപിക്കാൻ വേണ്ടിയാണ് ഈ കാൽക്കുലസ് പോലുള്ള ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും വഴി ഇതിങ്ങനെയൊക്കെ സാധ്യതയുണ്ട്, പ്രോബബിലിറ്റിയെ കുറിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗണിതം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെയും പ്രപഞ്ചത്തെയും ശാസ്ത്രത്തെയും ജീവിതത്തെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയും ഒക്കെ വിശകലനം ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ അത് സാങ്കേതികമാകുന്നു. അതിനെ നമ്മൾ ശാസ്ത്രീയം എന്ന് വിളിക്കുന്നു. അതിന് ശാസ്ത്രമാണോ അത്? അല്ല. യഥാർത്ഥത്തിലുള്ള ബോധത്തിന്റെ പൊതു സ്വഭാവങ്ങൾ, ഇപ്പൊ കാര്യകാരണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, വികാരങ്ങൾ വരുന്ന കാര്യങ്ങൾ, വികാരത്താൽ സ്വാധീനിക്കപ്പെടുന്ന നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ, ഇവയൊന്നും തന്നെ നമുക്ക് നെർവസ് സിസ്റ്റത്തിന്റെ ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇവയോട് പ്രതികരിക്കാത്ത രീതിയിലാക്കാമെന്നല്ലാതെ, ഒരു ഔഷധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെഡേഷൻ കൊടുത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു പ്രത്യേക അവസ്ഥയോട് പ്രതികരിക്കുന്ന വഴി നമുക്ക് ഒഴിവാക്കി ചില വികാരങ്ങൾ നമുക്ക് അദൃശ്യമാക്കാം. അങ്ങനെ ചെയ്യാമെന്നതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ വികാരത്തെ അല്ലെങ്കിൽ ബോധത്തെ, ഒരു ഇച്ഛയെ, ഒരു പ്രത്യേക കാര്യത്തെ സമീപിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സാങ്കേതികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ഉദാഹരണത്തിന് നമ്മൾ പഴയ ഒരു പോസ്റ്റർ ഉണ്ട്. ഈ സ്പാനർ ഉപയോഗിച്ചിട്ട് കയറിന്റെ കുരുക്ക് അഴിക്കാൻ നോക്കുന്ന ആളുകൾ. എന്ത് കിട്ടിയാലും സാങ്കേതിക ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാം എന്ന് സാങ്കേതിക മനുഷ്യൻ ശീലിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിയപ്പോൾ കുലുങ്ങിപ്പോയ ഒരു കയറ്, ആ കയറ് കിട്ടിക്കഴിഞ്ഞാൽ കയറിനെ അഴിക്കാൻ ഈ വിധ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കാമെന്ന ബോധം
വെക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ശരിയാക്കാൻ കഴിയില്ല. കാരണം സാങ്കേതികത നിൽക്കുന്നത് ഗണിതത്തിലാണ്, ജീവിതത്തിന്റെ സങ്കേതങ്ങൾ നിൽക്കുന്നത് ഗണിതത്തിലാണ്. ഈ ഗണിതത്തിന് നിശ്ചിതത്വമുണ്ട്. അനിശ്ചിതത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പോലും ഒരു നിശ്ചിതത്വമുണ്ട്. അവിടെയാണ് കയോസ് തിയറിയുടെ ഒക്കെ പ്രസക്തി. ക്രമമില്ലായ്കയിലെ ക്രമത്തെ കണ്ടെത്താൻ അതിന് കഴിയുന്നു, ക്രമമില്ലായ്കയിലെ ക്രമത്തെ നിർവചിക്കാൻ അതിന് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് കയോസ് എന്നുള്ളത് ഒരു 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 വലിയ സ്വീകാര്യ വിഷയമായിട്ട് ഇവിടെ മനുഷ്യകുലത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ക്വാണ്ടം ഭൗതികത്തിന്റെയും മെറ്റാഫിസിക്സിന്റെയും ഒക്കെ ലോകത്ത് അന്വേഷിച്ചു പോകുന്നവര് അത്തരം സാധ്യതകളിലേക്ക് പറഞ്ഞ് അവിടെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിന് പച്ചയായ ജീവിതത്തെ അഡ്രസ് ചെയ്യാനുള്ള ശേഷി. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവല ഗണിതത്തെ വന്ധ്യം എന്ന ഗണത്തിൽ സൂക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കേവല ഗണിതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അരിത്മെറ്റിക്സും മാത്തമാറ്റിക്സും ഒക്കെ വരുന്ന ആ ഒരു ഏരിയ, ജിയോമെട്രിയും ഒക്കെ വരുന്ന ഒരു ഏരിയ. ഇതുപയോഗിച്ച് നമുക്ക് പൊതുവായ ഒരു നോർമാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പൊതുവായ കാര്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആപേക്ഷികമായിട്ട് പൊതുവായ ആപേക്ഷിക മാനകങ്ങളെ അല്ലെങ്കിൽ ആപേക്ഷിക ഇടങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നല്ലതാണ്, അത് നമുക്ക് ആപേക്ഷികമായി ബോധ്യപ്പെടാൻ അത് നല്ലത്. പക്ഷെ അതാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നിടത്ത് നമ്മൾ പാളിക്കും. അവിടെയാണ് ആരോഗ്യകാര്യത്തിൽ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതികതകൾക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത്. ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് പറയുന്നത് മരുന്നിന്റെ കാര്യത്തിലും ഉപകരണങ്ങളുടെ കാര്യത്തിലുമാണ്. ജീവന്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ജീവൻ ആ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാണ്. അവിടെ നമ്മൾ സ്തബ്ധരായി നിൽക്കുകയെന്ന് പ്രത്യേകം. സാമൂഹ്യ കാര്യങ്ങൾ, മാനസിക കാര്യങ്ങൾ, വൈകാരിക കാര്യങ്ങൾ, ഗാർഹിക കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ കുറെ ടൂളുകൾ, ഈ ടൂളുകൾക്ക് പോകാവുന്ന ഒരു അളവുണ്ട്. ആ അളവുകൾക്ക് അപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയാത്തത്. ബോധം എന്നുള്ള കാര്യത്തെ സമീപിക്കാൻ, ബോധം എന്ന ആ ഒരു പ്രതിഭാസമെത്താൻ, പ്രതിഭാസം എന്നാണോ പറയാൻ കഴിയുക, എല്ലാമായിരിക്കുന്നതാണ് ബോധം. പ്രതിഭാസം എന്നുള്ളത് ഒതുക്കാൻ കഴിയില്ല. ബോധത്തിന്റെ സൗകര്യം, ചൈതന്യം, ശരീരം, ധർമ്മം, കർമ്മം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ ബോധത്തിന്റെ ഈ ഒരു ആവിഷ്കാരത്തെ അഭിസംബോധന ചെയ്യാൻ കേവല ഗണിതത്തിന്റെ ഘടകങ്ങൾക്ക്, കേവല ഗണിതത്തിന്റെ ഗുണങ്ങൾക്ക്, പാരാമീറ്റേഴ്സിന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഇടത്തെത്തുമ്പോൾ ഗണിതം എന്നുള്ളത് ബന്ധമാണ്. ഗണിതത്തിന് കൂടുതൽ ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇത് അംഗീകരിക്കാതെ നമ്മൾ കേവലം ഒരു ഉപകരണത്തെ എടുത്തുകൊണ്ട് ഇതുകൊണ്ട് ജീവിതത്തെ മുഴുവൻ മറിച്ചിട്ടേക്കാം എന്ന് കരുതി പോവുകയാണെങ്കിൽ നമ്മൾ ഈ കയറഴിക്കാൻ സ്പാനർ എടുത്തതുപോലെയുള്ള ഒരു ഇടപെടലായി. അതുകൊണ്ടാണ് ഇപ്പോ ചെറുപ്പകാലത്ത് എല്ലാം സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കും. യൗവനത്തിന്റെ കാലത്ത് സാങ്കേതികമായി ഉപയോഗിച്ചതിനെ എല്ലാം പോഷിപ്പിക്കുകയും ജീവിതകാലത്ത്, അതായത് ഗാർഹസ്ഥ്യത്തിന്റെ കാലത്ത് അതങ്ങനെയല്ല എന്ന ബോധ്യത്തിലേക്ക് വരിക. വാനപ്രസ്ഥത്തിന്റെ കാലത്ത് അതങ്ങനെയേ അല്ല എന്ന് തിരിച്ചറിയുക. സന്യാസത്തിന്റെ കാലത്ത് ഇത് നമ്മുടെ കയ്യിലൊന്നും അല്ലാത്ത ആ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ പരമമായ ബോധത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അറിഞ്ഞ് അതിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു പക്വമായ വികാസം നമ്മളിൽ ഉണ്ടാകുന്നു. അപ്പോ കേവല ഗണിതത്തിൽ ഒതുക്കി നമ്മളെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തെ ഒരു പരിധിക്കപ്പുറത്ത് കാണാൻ കഴിയാത്ത തരം അന്ധത ഒന്നുകൂടി. ഗണിതം വേണം, കാര്യങ്ങളെ അറിയാൻ നമുക്ക് ചില ടൂളുകൾ ആവശ്യമാണ്, കൈകാര്യം ചെയ്യാൻ ചില ടൂളുകൾ ആവശ്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കിടക്കുന്നത് ബോധത്തിന്റെ ഒരു ഇടമാണ്. ആ ബോധത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയുക. ജീവിതാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ബോധം എന്നുള്ളതിനെ മാറ്റിവെച്ചിട്ട് കേവലം സാങ്കേതിക ഉപകരണങ്ങളുടെ നിർവചനങ്ങളിലും നിർദ്ധരണികളിലും ഒതുങ്ങുന്ന രീതിയിലേക്ക് ജീവിതത്തെ ഒതുക്കിയാൽ നമുക്ക് ജീവിതം എന്നുള്ളത് അപ്രാപ്യമായി. അത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആധുനിക ലോകം അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെയും വിഷമങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ കാരണം ഈ ഗണിതം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കാണുന്നത്. അതിനു പകരം ബോധത്തെ അറിയാനും കൈകാര്യം ചെയ്യാനും അതിനകത്തേക്ക് ചേർന്ന് നിൽക്കാനും അതിനനുരൂപപ്പെട്ടുകൊണ്ട് പോകുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തെ സുഗമമായി കൈകാര്യം ചെയ്യാനുള്ള പക്വതയിലേക്ക് എത്തുക. നമ്മൾ മാത്തമാറ്റിക്സ് വന്ധ്യമാകും എന്നാണ് പറയുന്നത്. വന്ധ്യമാകും എന്ന് പറയുന്നത് വെച്ചാൽ മാത്തമാറ്റിക്സിനെ കൃത്യമായി ബോധവുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വന്ധ്യമാകും എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ ഒളിമ്പസ് എന്നുള്ള സംവിധാനം
സമ്പൂർണമായിട്ടും സാങ്കേതികമല്ല, സംഗീതപരമാണ്. സംഗീതത്തിൽ മുഴുവൻ കണക്കാണ്. അപ്പോ ഇവിടെ ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങളെ പോലും ഇങ്ങനെ വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയുന്നത് അതിന്റെ സംഗീതപരമായ ഗണിതത്തെ എനിക്ക് തൊട്ടറിയാൻ പറ്റുന്നതാണ്. അത് ബോധത്തെയും ഗണിതത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് കൊണ്ടാണ്. ആ പറ്റുക എന്നുള്ളതിന്റെ തുറവി നിങ്ങളിൽ പലർക്കും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ചേർന്ന് നിൽക്കാനോ നേരത്തെ പറഞ്ഞ വേവ് ലെങ്തിലേക്ക് വരാനും കഴിയും. അപ്പോ ഈ കണക്ഷൻ ഇല്ലാതെ ഗണിതത്തെ കൈകാര്യം ചെയ്താൽ ആ ഗണിതം വന്ധ്യമാണ് എന്നാണ് നമ്മുടെ സൂചന. ഈ ബോധ്യത്തിലായിരിക്കാൻ ജീവിതാരോഗ്യത്തെ പഠിക്കുന്ന ഓരോരുത്തരും, സുസ്ഥിരജീവന സമൂഹത്തിലെ ഓരോരുത്തരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.